പാടായിട്ടൊരു വീടൊക്കെ കിട്ടും. ആ വീടൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ആ വീടിൻ്റെ EMI അടയ്ക്കാനും അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ്റെനൻസും അതിൻ്റെ ടാക്സും ഒക്കെ ഒരുപാട് ബാധ്യതയായിട്ട് നമ്മുടെ തലയിൽ വീണ്ടും വാള് പോലെ നമ്മുടെ തലയിൽ വീഴാൻ നിൽക്കും. അപ്പം നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ കിടന്ന സമാധാനം ഉണ്ടാവില്ല. അതിനപ്പോൾ കൃത്യമായിട്ടൊരു ഇൻകത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പല ആൾക്കാരും പല രീതിയിലാണ് ചെയ്യുക. ആ വീടിൻ്റെ മുകളിൽ വേറൊരു വീട് കെട്ടും, അത് വാടകയ്ക്ക് കൊടുക്കും. അപ്പോൾ അതിൻ്റെ കാശ് നമുക്ക് ലോൺ അടച്ച് നമ്മുടെ വീട് സ്വന്തമാക്കാം. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. വേറെ ആൾക്കാർ എന്ത് ചെയ്യും? ആ കുറച്ച് നമ്മുടെ ഇഷ്ടപ്പെട്ട കുറച്ച് നല്ല ജോലിക്കുള്ള ഏതെങ്കിലും ആൾക്കാരെ പേയിങ് ഗസ്റ്റായിട്ട് കയറി താമസിപ്പിക്കും. അപ്പോൾ അങ്ങനെ താമസിപ്പിക്കുന്ന ഒരു സംഭവമാണ് നമുക്കിന്ന് പറയാനുള്ളത്. ഒരച്ഛൻ, ഒരമ്മ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൻ, സന്തോഷമായുള്ള കുടുംബം. ആ കുടുംബത്തിലേക്കാണ് സുന്ദരിയായ ഒരു പെണ്ണ് ബാങ്കിൽ ജോലിയാണ്. ആ ജോലിയുള്ള പെണ്ണിന് ഇവിടെ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കാനായിട്ട് സ്ഥലം കൊടുക്കുന്നത്. അപ്പോൾ ഇവളാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ വളരെ എല്ലാവരോടും വളരെ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഇവർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മകന് ഈ 10ാം ക്ലാസ് എങ്ങനെയല്ലോ ഒന്ന് കടന്ന് കിട്ടണം. അപ്പം വളരെയധികം ഉഴപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ ഒഴിവുള്ളപ്പോഴൊക്കെ വൈകുന്നേരം വന്ന് അവന് ട്യൂഷൻ എടുത്തോളാം. അപ്പോൾ അവർക്ക് ഒന്നും കൂടി സന്തോഷമായി. അങ്ങനെ ഈ ഒരു ചേച്ചിയും അനിയൻ ബന്ധമാണ് ഇവള് നോക്കുന്നത്. പക്ഷേ അനിയൻ ഇവനങ്ങനെയല്ല. ഇവനിതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റുള്ള കാര്യങ്ങളും മറ്റു കൂട്ടുകാർ ഓരോന്ന് പറഞ്ഞിട്ടൊക്കെ ഇവന് ഏത് നേരം ഓരോ ചിന്തകളാണ്. പ്രേമത്തിൻ്റെ ചിന്തകൾ, പ്രേമിക്കണം എന്നുള്ള ചിന്തകൾ, ആരെങ്കിലും സ്നേഹിക്കണം എന്നുള്ള ചിന്തകൾ. അടുത്തതുപോലെ ഒരു പേയിങ് ഗസ്റ്റ് കിട്ടുമ്പോൾ ഇവളാച്ചനെ സുന്ദരിയാണ്, പറയും വേണ്ടല്ലോ. അങ്ങനെ ഇവളാച്ചനെങ്കിൽ വളരെ അടുത്ത് പെരുമാറും. ഒരു അനിയനോട് പെരുമാറുന്ന പോലെ വർത്തമാനം പറയുക, കെട്ടിപ്പിടിക്കുക. ചിലപ്പോൾ ഒരു 10ാം ക്ലാസ് പഠിക്കാൻ ഒരു ചോറ് പോലും വാരി കൊടുക്കും. അങ്ങനെ അത്ര ഒരു ഇൻറ്റിമസിനെ ഇവർ തമ്മിൽ ഭയങ്കര ഇണപരിയാത്ത ഇരട്ടകളെ പോലെയാണ് ഇവർ കുടുംബത്തിൽ ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ അച്ഛനമ്മയ്ക്ക് ഒരുപാട് സന്തോഷം. നീ വന്നതിനോട് ശേഷം വളരെയധികം മാറ്റമുണ്ട്. അവന് വൈകുന്നേരം ബാങ്കിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവന് ട്യൂഷൻ കൊടുക്കും. അങ്ങനെയൊക്കെ നിൽക്കും. ഇവൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനേക്കാളും എത്ര വയസ്സിന് മൂത്താന്നറിയാം. കല്യാണം കഴിഞ്ഞല്ലേ ആ പെൺകുട്ടിയുടെ. അപ്പോൾ ആ കല്യാണം കഴിഞ്ഞാൽ ഒരു പിന്നെ അവൾക്കൊരു കാമുകനുണ്ട്. അവൻ ഫോറിനിലാണ്. അപ്പോൾ അവൻ വന്നിട്ട് വേണം കല്യാണം കഴിക്കുന്നത് വിചാരിച്ചിട്ട് നിൽക്കണം ഇവള്. പക്ഷെ അതൊക്കെ ഇവനോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അച്ഛനമ്മയ്ക്കോടൊക്കെ ഇവൻ്റെ അച്ഛനമ്മോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടീനെയൊക്കെ കാണുമ്പോൾ വയസ്സൊന്നും അവർ നോക്കില്ല. ഇവൻ കയറി പ്രേമിക്കുക അവളെ. ആ പ്രേമിക്കുമ്പോൾ ആ ഭാഗ്യശേഷ്ടകളൊക്കെ അവളെ എടുത്ത് കാണിക്കുക. ആളിപ്പോൾ അവിടെ പിടിക്കും, ഇവിടെ പിടിക്കും. അവൾ അതൊക്കെ ഒരു തമാശയായിട്ട് ഒരു അനിയൻ കാണിക്കുന്ന ഒരു കുറുമ്പായിട്ട് മാത്രം അവൾ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ ഇവളെ തൊട്ടടുത്ത് തന്നെ വേറൊരു വീടുണ്ട്. ആ വീട്ടിലത്തെ ആളെ ഇടയ്ക്ക് ഇവിടെ വരും. അയാളുടെ ഭാര്യ വെച്ചിട്ടുണ്ടെങ്കിൽ കിടപ്പാണ്. അയാൾക്ക് ഇതായിട്ട് ഒരു കാലിന് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കിടപ്പാണ്, നടക്കാൻ പറ്റില്ല. അപ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇയാളാണ്. അപ്പോൾ ഇവിടെ അയാൾ ഇടയ്ക്ക് വരും. ഇവളായിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ ഇവളാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് അവിടെ പോയിട്ട് ഇയാളുടെ ഭാര്യനെ കാണാൻ ചെല്ലും. അയാളുടെ ഭാര്യയ്ക്ക് ഒരു കൂട്ടായിട്ട് കുറേ നേരമൊക്കെ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ സംസാരിക്കും. അങ്ങനെ ഒരു ഭയങ്കര ഒരു പൊട്ടിപ്പെണ്ണ പോലെ അങ്ങനെ എല്ലാവരോടും പറക്കണ കാക്കോട് കൂടി വർത്തമാനം പറഞ്ഞ് നടക്കുന്ന ഒരു പ്രകൃതമാണ് ഈ പെൺകുട്ടിയുടെ. അങ്ങനെ അവിടെ പോയി എന്ന് വർത്തമാനം പറയും. അപ്പോൾ ഇവന് സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രേമിക്കുന്നത് തന്നെ അവളെ, ആ ചേച്ചിനെ നമ്മളാണ് പ്രേമിക്കുന്നത്. പക്ഷേ ഇയാൾ തട്ടിയെടുക്കുമോ, ഇയാളുടെ ഭാര്യ കിടപ്പാണ്, ഇയാൾ പരിപാടി ചെയ്യുമോ എന്നുള്ളത് ഭയങ്കര പേടി. അപ്പോൾ ഇവൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്രയും ഇതിൻ്റെ ഇൻറ്റിമസി ആയിട്ട് ഇവൾ പെരുമാറുമ്പോൾ ഇപ്പോൾ പല പ്രാവശ്യം ആ ചേട്ടനോട് അധികം പെരുമാറില്ല. ആ ചേട്ടൻ പൊട്ടയാണ്, ചീത്തയാണ്, ആ ചേട്ടൻ പല പെണ്ണുങ്ങളെ കൊടുത്തേക്ക് പോകുന്നത് ഇവളെ ഈ പേയിങ് ഗസ്റ്റിനോട് പറയും. അപ്പോൾ ഇവൾ അത് നോക്കാത്ത ഇവൻ്റെ ഒരു തമാശ എന്ന് പറഞ്ഞാൽ കണക്കാക്കുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഇവൻ തീരുമാനിക്കണേ, ഞാൻ പ്രേമിക്കുന്ന എൻ്റെ ചേച്ചിനെ അയാൾ സ്വന്തമാക്കും, അതുകൊണ്ട് അയാളെ കൊല്ലുക, വേറൊരു വഴിയില്ല എന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് ഇവളെന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഒരു ദിവസം രാത്രിയിൽ ആ വീട്ടിലേക്ക് ചെല്ലണം. വീട്ടിലേക്ക് എന്തെന്ന് നോക്കുമ്പോൾ അവിടെ ഉണ്ട് ഇയാളുടെ ഭാര്യയും കൂടി സംസാരിക്കുമ്പോൾ ഇയാൾ പറയാം, എനിക്ക് നീ അല്ലാണ്ട് വേറൊരു ലോകമില്ല, നിന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ കട്ടിൽ നിന്ന് എണീപ്പിക്കും, അതിന് എന്നെ എത്ര കാശ് നഷ്ടപ്പെട്ടാലും അതുണ്ടാവും, അതുപോലെ തന്നെ നീ എന്നെ അതുപോലെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ മനസ്സിലേക്ക് ജീവിതത്തിൽ ഇനി ഒരു പെണ്ണ് വേറെ എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നത്. ഇത് അവിടെ നിന്ന് കേൾക്കുക. അപ്പോൾ മനസ്സിലായി ഇയാളെ കൊന്നിട്ട് കാര്യമില്ല, ഇയാൾ ചേച്ചീനെ സ്നേഹിക്കുന്നില്ല, ചേച്ചീനെ പരിപാടിയെ ഉദ്ദേശിക്കുന്നില്ല, ഇയാൾ വളരെ ഡീസൻറ്റ് മേനാന്ന് മനസ്സിലാക്കിയപ്പോൾ കൊല്ലാൻ ഉദ്ദേശിച്ചെന്ന ആ പയ്യൻ അത് ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോകുന്നു സന്തോഷമായിട്ട്. അപ്പോൾ പിന്നെ ഒരു ഇടിറ്റി പോലെ ഉണ്ടായൊരു സംഭവമാണ് ഇവൻ്റെ ഈ പേയിങ് ഗസ്റ്റിൻ്റെ കാമുകം വരുന്നത് ഗൾഫിൽ നിന്ന്.
കാമുകൻ വന്ന് ആ സിറ്റിയിലെ ഏറ്റവും വലിയൊരു ഹോട്ടലിൽ റൂമെടുത്തിട്ട് ഇവളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഇവളങ്ങനെ അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്ന് ഒരു രാത്രി മുഴുവൻ അവർ ഒരുമിച്ച് കഴിഞ്ഞു. പരിപാടിയൊക്കെ ചെയ്ത് അടിപൊളിയായി പരിപാടിയൊക്കെ ചെയ്ത് പിറ്റേ ദിവസം അവൾ തിരിച്ചു വന്നു. എന്നിട്ട് വീട്ടിൽ പറഞ്ഞു, എൻ്റെ അച്ഛനമ്മോടും പറഞ്ഞു ആൾ വന്നിട്ടുണ്ട്, അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ഇനി പ്രാവശ്യം വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെയും കൊണ്ട് ആൾ പോകും എന്ന് പറഞ്ഞു. ഇത് ഇപ്പോഴത്തെ കേട്ടോട് കൂടിയിട്ട് ഇവനാകെ ദേഷ്യമായി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാമുകനുണ്ടെന്ന്, അവനെ കല്യാണം കഴിക്കുന്നു, അവനെയും കൊണ്ട് പോകുന്നാണ് പറയണത്. പിന്നെ അത് സഹിച്ചില്ല. ഇവൻ തീരുമാനിച്ചു ഇവളെ വിട്ടുകൊണ്ടുള്ള ഈ പേയിങ് ഗസ്റ്റിനെ വിട്ടുകൊണ്ടുള്ള കളി അവനില്ല. അപ്പോൾ അത്ര അഗാധമായിട്ട് ഈ പേയിങ് ഗസ്റ്റിനെ സ്നേഹിക്കുക, ഈ പെണ്ണിനെ സ്നേഹിക്കുക. അപ്പോൾ ആ പെണ്ണിന് വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ, വേറെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടോ, ഇവനത് സഹിക്കില്ല. ഇവൻ്റെ മനസ്സിൽ പിന്നെ ആളാരോ അയാളെ കൊല്ലണം എന്നാണ് ഇവൻ്റെ മനസ്സിൽ വരുന്നത്. അപ്പോൾ ഇതൊരു കാമമല്ല, ഇതൊരു പ്രേമാണ്. വയസ്സിന് എത്ര മൂത്തതായാലും ആ മൂത്ത ആ പെൺകുട്ടിയോട് ഇവന് തോന്നുന്ന കാമമല്ല, ഇവനോട് തോന്നുന്ന പ്രേമാണ്. ഇവൻ്റെ ശരീരത്തിലും മനസ്സിലും എല്ലാ പെൺകുട്ടിയോടുള്ള പ്രേമം മാത്രമാണ്. അപ്പോൾ ഇവളാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ചില ബാങ്കിൽ നിന്ന് ലീവ് എടുത്തിട്ട് ഹോട്ടലിൽ ചെല്ലും, ഒരു പരിപാടി ചെയ്യും, പല സ്ഥലങ്ങളിൽ നടക്കും. അപ്പോൾ ആ കാമുകം വന്നതോടുകൂടിയിട്ട് ഇവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയം കുറഞ്ഞു. ഇവന് ട്യൂഷൻ എടുക്കാണ്ടായി, അവൾ ഫുൾ ബിസിയായി. ഇപ്പോൾ ഒരു ദിവസം പരിപാടി ചെയ്തൊക്കെ അവന് മനസ്സിലാക്കി. ഇവളും പല സ്ഥലത്തും കടപ്പുറത്തും ഇവൻ ഫോളോ ചെയ്ത് ചെല്ലും. ഇവർ കെട്ടിപ്പിടിച്ച് നടക്കണമെന്നും കൈ പിടിച്ച് നടക്കണമെന്നൊന്നും പിന്നെ അവിടെ സഹിക്കുന്നില്ല. പിന്നെ ഇവളുടെ കാമുകനെ എങ്ങനെ കൊല്ലാം എന്നാണ് ഇവൻ പ്ലാൻ ചെയ്യുന്നത്. പ്ലാൻ ചെയ്തപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇവൻ വലിയൊരു ചിറ്റിയെ ഓടിച്ചവൻ്റെ സ്കൂൾ ബാഗിൽ വെച്ചു. എപ്പോഴാണ് താപ്പ് കിട്ടി അപ്പം തലക്കടിച്ച് കൊല്ലാനാണ് അവൻ്റെ ഉദ്ദേശം. അതിന് പല അവസരങ്ങളും കാത്തിട്ട് ഇവൻ നടന്നു. ഒന്നും നടക്കണില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം ഇതുപോലെ തന്നെ ഇവൻ ഈ ഹോട്ടലിലേക്ക് ചെല്ലുക. ആ റൂമെടുത്ത ഹോട്ടലിലേക്ക് വന്നിട്ട് ആ റൂമിൽ ചെല്ലണം. അപ്പോൾ അയാൾ വാല് തുറന്നപ്പോൾ ഇവനറിയണമല്ലോ. എന്താ മോനെ ഇന്നത്തെ ക്ലാസ് ഇല്ലേ? ഇല്ല അങ്കിളെ, ഞാൻ ക്ലാസ് കഴിഞ്ഞ് അങ്ങനെ നേരത്തെ വിട്ടു. അപ്പോൾ ഞാൻ അങ്കിളുടെ അടുത്ത് വന്നിട്ട് ഇന്ന് ഭക്ഷണമൊക്കെ നമുക്ക് ഒരുമിച്ച് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഭക്ഷണം ഒരുമിച്ച് കഴിക്കാം, ഞാൻ അവളെ വിളിച്ചിട്ടുണ്ട്, അവളും വരും. അപ്പോൾ 3 പേർക്കും കൂടി നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കാട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മോനവിടെ ഇരിക്കും, എനിക്ക് സ്വല്പം പണിയുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ കമ്പ്യൂട്ടറിൽ ചെന്നിരുന്നു. കമ്പ്യൂട്ടറിൽ അങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് അയാൾ ഓരോ വർക്ക് ചെയ്യുക. ഇതെന്നെ താപ്പെന്ന് വിചാരിച്ചത് ഇവൻ ബേഗിൽ ചിറ്റി എടുത്തിട്ട് പിന്നീട് വന്നിട്ട് ഒരു ഒറ്റയടിയാ തലയ്ക്ക്. അപ്പം തന്നെ മറിഞ്ഞ് വീണ് അയാൾ അവിടെ വെച്ച് മരിച്ചു. കുറച്ച് കഴിഞ്ഞോട് കൂടിയിട്ട് അയാളുടെ പേയിങ് ഗസ്റ്റ് അയാളുടെ കല്യാണം കഴിക്കാൻ വന്ന പെൺകുട്ടി ആ ഹോട്ടലിൽ വരേണ്ടെന്ന് പറഞ്ഞല്ലോ, അവൾ വന്നിട്ട് ഈ രംഗം കാണാം. അവൾ ആകെ ഞെട്ടിപ്പോയി. അങ്ങോട്ട് ഈ പയ്യനത് എന്തിനാണ് നീ ഇത് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ സ്വപ്നം, നിങ്ങളില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നിങ്ങളാര് കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഈ നാട്ടിൽ നിന്ന് പോകാൻ ഞാൻ സമ്മതിക്കില്ല, അതിന് വിലങ്ങുതടിയായിട്ട് ആര് വന്നാലും ഞാൻ കൊന്നു കളയും. ഇയാൾ നിങ്ങളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു, നിങ്ങളായിട്ട് എല്ലാ ബന്ധങ്ങളും ഉണ്ട്, അതുകൊണ്ട് ഞാൻ അയാളെ കൊന്നു കളഞ്ഞു. നിങ്ങൾ എനിക്ക് സ്വന്തമാണ്, എനിക്ക് മാത്രം സ്വന്തം, വേറെ ഒരാൾക്കും നിങ്ങളെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ എന്ത് പറയാനാ ഈ പയ്യനോട്? ഇവിടെ അല്ലറി കരഞ്ഞു. അങ്ങനെ അപ്പോഴേക്കും കേസായി, പോലീസായി. അങ്ങനെ പിന്നെ കേസ് വന്നു, കൊണ്ടുവന്നു. അതിനെ കുറേ ഇവളെല്ലാം തകർന്നു, ഇവളെല്ലാം നഷ്ടപ്പെട്ടു. നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ജീവിതത്തിലേക്ക് റിക്കവർ ചെയ്ത് വരാനായിട്ട് ആ പയ്യൻ ഒരുപാട് കഷ്ടപ്പെട്ടു, അവനും ഭ്രാന്ത് പോലെയായി. അങ്ങനെ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ പയ്യന്മാർക്കൊക്കെ അടുത്ത് ഇടപെടാനായിട്ട് ഒരു പെൺകുട്ടീനെ നമ്മൾ അതുപോലെ വീട്ടിൽ താമസിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബന്ധുക്കളായിട്ട് വന്ന് താമസിക്കാനോ ഒന്നും നിങ്ങൾ അനുവദിക്കരുത്. ഈ കുട്ടികളുടെ മനസ്സൊക്കെ ഏതൊക്കെ രീതിയിൽ ചിന്തിച്ചു കൂട്ടും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ വലിയ ദുരന്തത്തിലേക്കും വലിയ പ്രശ്നത്തിലേക്കൊക്കെ ചെന്ന് ചാടുക. അപ്പോൾ ഇതുപോലെയുള്ള അവരുദ്ദേശിക്കുന്നതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചേട്ടനനിയനും ചേച്ചി അനിയത്തിയൊക്കെ അന്ന് പറഞ്ഞു നടക്കാമെന്ന് മാത്രം. പക്ഷേ ഇവൻ്റെ മനസ്സിലെന്താണെന്ന് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലായില്ലേ? ഒരാളെ കൊലപാതകം ചെയ്യാനും കൊല്ലാനും വരെ അവൻ്റെ മനസ്സിന് ശക്തിയാടുന്നു. അത്രയും ഗംഭീരമാണ് ഈ പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ത് തടസ്സങ്ങളും നീക്കിക്കളയും. അതിൻ്റെ ഭവിഷ്യത്തുകൾ അവർ ചിന്തിക്കില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മക്കൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ വല്ല ബന്ധമില്ലാത്ത ആൾക്കാർ വന്ന് താമസിക്കാനോ ബന്ധുക്കാർ വന്ന് താമസിക്കാനോ, അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധങ്ങൾ, നിങ്ങളുടെ വീട്ടിൽ ആൺകുട്ടികളുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുപോലെ കഥ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് അടിച്ചോളൂ. അടുത്ത കഥയുമായി നമുക്ക് വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.